ഈ വിവേകാനന്ദ ഫൗണ്ടേഷനിലൂടെ അത് പിന്നീട് ആം ആദ്മിയുടെ രാഷ്ട്രീയത്തിന്റെ ഉദയത്തിന് വഴിവെക്കുന്നു. അത് കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ ഇതിപ്പോൾ പുനർവായന ഉണ്ടാകുന്നത് പോലെ ഇതിനു മുൻപും അത്തരത്തിലുള്ള വിശകലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് RSSന്റെ താല്പര്യമനുസരിച്ച് UPA സർക്കാരിനെ അട്ടിമറിക്കാനുണ്ടായ ഒരു രാഷ്ട്രീയ സംഘടനയാണ് എന്ന വിമർശനം ആവോളം കേട്ടിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി BJPയുടെ B ടീം എന്ന നിലയ്ക്ക് തന്നെയാണ് കോൺഗ്രസ് രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. കോൺഗ്രസ് വിരുദ്ധത എന്ന് പറയുന്നത് കോൺഗ്രസിനെതിരായി ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ സംഘടനയുടെ DNA-യിലുള്ളതാണ്. എന്നിട്ടും ആദ്യ സർക്കാർ രൂപീകരണത്തിന് നിങ്ങൾ BJPക്കെതിരെ കോൺഗ്രസിന്റെ കൈപിടിച്ചു നിന്നു. 49 ദിവസം ഭരണം, അതിനുശേഷം രാഷ്ട്രപതി ഭരണം, പിന്നീട് 2015 വരുമ്പോൾ നിങ്ങൾക്ക് സിംഹഭാഗ സീറ്റുകളും 67 സീറ്റുകളും നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് തന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തൊക്കെയാണ് കേട്ടത്? ഇപ്പോ മദ്യനയ അഴിമതിയോ ജയിൽവാസമോ എന്നതിനപ്പുറത്ത് സ്വന്തം ഔദ്യോഗിക വസതിയുടെ മോടി പിടിപ്പിക്കലിന് ഏതാണ്ട് 49 കോടി രൂപ ചെലവഴിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നത് പഴയ ആം ആദ്മി മുഖ്യമന്ത്രിക്കെതിരെയാണ്. പ്രതിരോധിക്കാൻ സാധിച്ചോ? അനിൽ ബോസ് പറഞ്ഞതുപോലെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരു ബദ്ധശത്രുക്കൾ ഒന്നുമല്ല. ഒരു പരിധിവരെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന് ഡൽഹിയിൽ മത്സരിക്കേണ്ടത് ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ അത് ഒരു തെറ്റായിട്ട് ഞാൻ വ്യാഖ്യാനിക്കാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കും ആം ആദ്മി പാർട്ടിയുടെ 43.55% കോൺഗ്രസിൻ്റെ 6.36% കൂടെ ചേർന്നിരുന്നെങ്കിൽ ഡൽഹിയിൽ ജയിക്കാമായിരുന്നു എന്നുള്ളത്. പക്ഷെ അങ്ങനെ കണക്ക് കൂട്ടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ ഇത്രയും 6% കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ കിട്ടുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. ഇവിടെ BJP ജയിച്ചതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അത് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. ഒന്ന്, ആം ആദ്മി പാർട്ടിയുടെ ജനക്ഷേമ പദ്ധതികൾ വീണ്ടും തുടരും എന്ന് BJP പ്രഖ്യാപിച്ചു. അത് ജനങ്ങൾ സ്വീകരിച്ചു. രണ്ടാമത്, കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച സാഹചര്യത്തിൽ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ വരുമാന നികുതിയിൽ നിന്ന് ഒഴിവാക്കി. ഇത് ഇടത്തരക്കാരെ സ്വാധീനിച്ചു എന്നത് ഒരു വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആം ആദ്മി പാർട്ടിയുടെ ജനക്ഷേമ പദ്ധതികൾ തുടരും. അതുകൂടാതെ 12 ലക്ഷം വരെ വരുമാന നികുതിക്ക് എക്സംഷൻ അത് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2 കാര്യങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ അല്ലെങ്കിൽ ഇടത്തരക്കാരെ ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് കാരണമാക്കി എന്നതൊരു വസ്തുത തന്നെയാണ്. കാരണം കഴിഞ്ഞ 10-12 വർഷമായിട്ട് ആം ആദ്മി പാർട്ടി ഡൽഹി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഡൽഹി ഒരു സമ്പൂർണ്ണ സംസ്ഥാനം അല്ല. എല്ലാ അധികാരങ്ങളും ഇല്ല. എല്ലാ കാര്യത്തിനും അവിടെ ലഫ്റ്റനൻറ്റ് ഗവർണറുടെ അനുമതിയോടെ മാത്രമേ മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. നമുക്കറിയാം, ഡൽഹിയിൽ ലഫ്റ്റനൻറ്റ് ഗവർണർ പ്രവർത്തിക്കുന്നത് BJPയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടി മുന്നോട്ട് കൊണ്ടുവരുന്ന എല്ലാ ജനക്ഷേമ പദ്ധതികളും ഒരു പരിധിവരെ തടഞ്ഞു വെക്കാനായിട്ട് ഈ ലഫ്റ്റനൻറ്റ് ഗവർണർ ശ്രമിച്ചു എന്നുള്ളത് അതൊരു വസ്തുതയാണ്. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഡൽഹിയിലെ ജനങ്ങൾ ഒന്ന് മാറി ചിന്തിച്ചിരിക്കാം. കാരണം അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും ഒക്കെ ജനക്ഷേമ പദ്ധതികൾ തുടരും എന്ന് BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൂടാതെ അതിലുപരിയായിട്ടുമുള്ള കൂടുതൽ ജനക്ഷേമ പദ്ധതികളും അവർ പ്രഖ്യാപിച്ചു. ഇതിനൊക്കെ അധികമായിട്ട് ഈ 12 ലക്ഷം വരെയുള്ള വരുമാന നികുതിയുള്ള എക്സംഷൻ അത് ഒരു പരിധിവരെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ സാധിക്കില്ല. പക്ഷേ സാങ്കേതികമായിട്ട് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റാണ്, അതും അംഗീകരിക്കുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റിൽ ഇങ്ങനെ 12 ലക്ഷത്തിന് ഒരു ടാക്സ് എക്സംഷൻ കൊടുത്തു എന്നുള്ളത് BJP ഒരു പരസ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവതരിപ്പിച്ചത് അത് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധം തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. പക്ഷേ
നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ BJPക്കെതിരെ ആക്ഷൻ എടുക്കുമായിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും നിലവിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അതിന് ശ്രമിക്കില്ല. അത് വീണ്ടും അവതരിപ്പിക്കാനായിട്ട് ആം ആദ്മി പാർട്ടിക്ക് താല്പര്യവുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് BJPക്ക് ഇവിടെ ഇതിനൊക്കെ ചേർന്നുള്ള വിശേഷണമാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിൽ BJP ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ആത്യന്തികമായ അർത്ഥം എന്ന് പറയുന്നത്.